ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ 6ാമത്തെ പാഠം മാനത്തോളം. മാനത്തോളം എന്നുള്ള നമ്മുടെ 6ാമത്തെ യൂണിറ്റിൽ എത്ര പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ആദ്യം നോക്കാം. ആദ്യം എന്നുള്ള സെക്ഷനിൽ ഒത്തുപിടിച്ചോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്. അതേപോലെ 1ാമത്തെ പാഠം എല്ലാവർക്കും അമ്മയാം ഭൂമി. അതിൽ നമുക്ക് 2 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. വീട് വലുതാകുന്നു, വീട്ടിൽ പോണം. അതേപോലെ സെക്കൻഡ് ചാപ്റ്റർ കാഴ്ചയ്ക്കപ്പുറം. കാഴ്ചയ്ക്കപ്പുറത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കുപ്പിപ്പഴം വിഴുങ്ങണ കാണണോ. അതേപോലെ മായാജാലം എന്നുള്ള ഒരു പാഠമുണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് 6ാമത്തെ യൂണിറ്റിൽ ആദ്യത്തെ പാഠത്തിൽ 2 അതേപോലെ 2ാമത്തെ പാഠത്തിൽ 2, അങ്ങനെ മൊത്തം 5 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ എടുക്കാൻ പോകുന്നത് വാതിൽ എന്നുള്ള സെക്ഷനിൽ ഒത്തുപിടിച്ചോളി എന്നുള്ള കവിതയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് 6ാമത്തെ പാഠം മാനത്തോളം. അതിൽ ഫസ്റ്റ് പേജാണ്. എന്താ ഫസ്റ്റ് പേജ് കൊടുത്തിരിക്കുന്ന ചിത്രം എന്താ? രവീന്ദ്രനാഥ ടാഗോറിന്റെ കോട്ടിങ്സോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. പാദമൂന്നി നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്നു, ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ. ഇല്ലേ, ഇത് ആരുടെ വാക്കുകളാണ്? ടാഗോറിന്റെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതാ ശകലത്തോടെയാണ് നമ്മുടെ മുഖപ്പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്കിത് ആദ്യം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പാദമൂന്നി നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്നു, ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ. അല്ലെ, ഇവിടെ എന്താണ്? പാദമൂന്നി നിൽക്കുക എന്നും വിണ്ണിലേക്ക് എത്തി നോക്കുക എന്നുള്ള 2 വാക്കുകളുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം എന്താ? ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ ഈ ലോകത്തെ നിരന്തരം പുതുക്കിപ്പണിയുന്ന മനുഷ്യനും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇന്ന് നാം എവിടെ നിൽക്കുന്നുവോ അവിടെ പാദമൂന്നുക. എന്ന് വെച്ചാൽ എന്താ? കാല് നമ്മൾ നേരെ അവിടെ സ്റ്റാൻഡ് ചെയ്യുക, അവിടെ നമ്മൾ നിൽക്കുക അല്ലെ. പാദമൂന്നുക, മനസ്സിൽ സങ്കല്പിക്കുന്ന കൂടുതൽ മികച്ച ഒരു ലോകത്തിനായിട്ട് പ്രയത്നിക്കുക. ഇത് ശാസ്ത്രത്തിന്റെ രീതിയാണ്. നമ്മൾ ശാസ്ത്രത്തെ കുറിച്ചൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾ വരും ക്ലാസ്സുകളിൽ, അതായത് ഈ നമ്മൾ കൂടുതൽ വലിയ നമ്മൾ എന്താണ് ഇപ്പൊ അടുത്തടുത്ത സ്റ്റാൻഡേർഡുകളിൽ നമ്മൾ ശാസ്ത്രത്തെ കുറിച്ചൊക്കെ പഠിക്കും. എന്താണ് ശാസ്ത്രം എന്നും ആ സബ്ജക്ട് എന്താണെന്നൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ശാസ്ത്രത്തെ കുറിച്ചിട്ട്. അപ്പൊ നമുക്കിവിടെ ശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ മലയാളത്തിലെ പാഠത്തിൽ പറയുന്നത് കൂടുതലായിട്ടും. അപ്പൊ ചുറ്റുപാടിനെ അറിയുക, അതിനെ കൂടുതൽ മികവുറ്റതാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നൊക്കെയാണ് ഈ മുഖപ്പേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കണ്ടോ, ഇവിടെ റോക്കറ്റ് വിടുന്ന ചിത്രമൊക്കെ ഉണ്ട് അല്ലെ. റോക്കറ്റിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത നമ്മുടെ ഫസ്റ്റത്തെ പാഠം ഒത്തുപിടിച്ചോളി എന്നുള്ള വാതിൽ എന്നുള്ള സെക്ഷനിലെ കവിത. അപ്പൊ ആരെഴുതിയതാണ് ഒത്തുപിടിച്ചോളി എന്നുള്ള കവിത? ആരെഴുതിയിരിക്കുന്നത്? കവിയുടെ പേരെന്താ? കവിയുടെ പേര് C.R. ദാസ് എന്നാണ് കവിയുടെ പേര്. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അധ്യാപകൻ, അതുപോലെ വിവിധ ബാലപ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സമിതി അംഗം, അങ്ങനെയൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കഥാസമാഹാരങ്ങളും കവിതകളും നാടകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ അദ്ദേഹത്തിന്റെ C.R. ദാസിന്റെ ഒത്തുപിടിച്ചോളി എന്നുള്ള കവിത വായിക്കാം. ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ, ഓലഞ്ഞാലി കിളിയോടൊപ്പം ഒത്തു പറന്നോളിൻ, ഒത്തിരി കാര്യം ഓർത്തു നടന്നോളിൻ, മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ, തയ്യാറാണെങ്കിൽ മാനത്തേത്തറ നക്ഷത്രങ്ങളെ എണ്ണിപ്പോന്നോളിൻ, മാനത്തോളം വലുതാവാനൊന്നായി നിന്നോളിൻ, മാനവരൊന്ന് നാമിന്നൊന്ന് പാടി നടന്നോളിൻ. എന്താണ്, എന്തിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കൂട്ടുചേർന്ന് ജീവിക്കുന്നവരാണ് മനുഷ്യർ അല്ലെ. എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് മാത്രമേ ജീവിതത്തെ മാനത്തോളം വലുതാക്കാൻ കഴിയൂ. ശാസ്ത്രബോധത്തിന്റെ അടിത്തറയാണ് ഇക്കാര്യം. മാനത്തോളം വലുതാവണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം അല്ലെ? മാനത്തോളം വലുതാവണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നാണ് നമ്മുടെ ഈ ഒത്തുപിടിച്ചോളിൻ എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ കവിതയുടെ ആശയം എന്താന്ന് നോക്കാം. അപ്പൊ എന്താ പറയുക? ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. എങ്ങനെ വളരണം എന്നാ പറയണത്? അക്കരെ ഇക്കരെ എല്ലാം നോക്കിയിട്ടില്ല, എല്ലാം കണ്ടും കേട്ടും വേണം വളരാൻ. എല്ലാം നമുക്ക് അറിയണം, എല്ലാത്തെ കുറിച്ചും അറിയണം. ഓലഞ്ഞാലി കിളിയോടൊപ്പം ഒത്തു പറന്നോളിൻ, ഒത്തിരി കാര്യം ഓർത്തു നടന്നോളിൻ, മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ,
മാനത്തിത്തറ നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളിൻ, മാനത്തോളം വലുതാവാനായി ഒന്നായി നിന്നോളിൻ, മാനവരൊന്ന് നാമിന്നൊന്ന് പാടി നടന്നോളിൻ. നമ്മൾ എങ്ങനെയാണ് എല്ലാവരും ഒന്നാണ് എന്ന് പാടി നടക്കാൻ പറയാണ് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, മാനത്തോളം വലുതാവുക എന്നതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. എന്തെങ്കിലും നന്മ നിറഞ്ഞ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തും സ്നേഹിച്ചും ജീവിക്കുന്ന ആളുകളെ നമ്മൾ പുകഴ്ത്തി പറയാറുണ്ട്. അത് ഒരു തരത്തിൽ മാനത്തോളം വലുതാവുക തന്നെയാണ്. തന്റെ പ്രവൃത്തി കൊണ്ടാണ് ഒരാൾ മാനത്തോളം വലുതാവുക. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തുകൊണ്ട് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുമ്പോഴും മാനത്തോളം വലുതായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാനത്തോളം വലുതാവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? അപ്പൊ എന്താ മാനത്തോളം വലുതാവുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ മാനത്തോളം വലുതാവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം അത് നമുക്ക് നോക്കാം. സമൂഹത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക, തിന്മ പ്രവർത്തിക്കാതെ മുന്നോട്ട് പോവാൻ ശ്രമിക്കുക, സഹജീവികളെ സ്നേഹിച്ചും പരിഗണിച്ചും ജീവിക്കുക, സ്വാർത്ഥ താല്പര്യം മാത്രം നോക്കി ജീവിക്കാതിരിക്കുക, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്ക് എന്നും ഉണ്ടാവണം. ഇങ്ങനെ എല്ലാം ചെയ്താൽ നമുക്കും മാനത്തോളം വലുതാവാൻ സാധിക്കും. അപ്പൊ എങ്ങനെ മാനത്തോളം വലുതാവാൻ സാധിക്കും എന്നാണ് നമ്മളിവിടെ പറയണത്. അപ്പൊ രണ്ടേ ചോദ്യങ്ങളാണല്ലോ ഒത്തുപിടിച്ചു എന്നുള്ള കവിതയിലുള്ളത്. ആകെ രണ്ട് ചോദ്യങ്ങളാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണുക. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.